ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ചിൻസി ടെമ്പിൾ ജെൻഡിങ് ഹൈലാൻഡിലുള്ള ചിൻസി ഗുഹാക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ വീഡിയോ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അതായത് അവിടെ കുറേ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് കാണിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വലിയ ബുദ്ധപ്രതിമയൊക്കെ കണ്ടല്ലോ, അതിന് തൊട്ടടുത്തായിട്ട് ഒരു മണി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യിക്കാനും ദുഷ്ടശക്തികളെ അകറ്റാനും കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ചിൻസി സന്യാസിയുടെ അനുഗ്രഹത്തിനായിട്ട് ഭക്തർ പ്രത്യേക പ്രാർത്ഥനകളാണ് ഇവിടെ നടത്തുന്നത്. ധൂപം അർപ്പിക്കൽ ഇതിൽ വലിയൊരു കാര്യമാണ്. ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര വെടി പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം കേട്ടോ. വെടി വഴിപാട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ധൂപം അർപ്പിക്കൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ അനുഗ്രഹ വിളക്കുകളുണ്ട് ഇവിടെ. അതുപോലെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പുനർജന്മത്തെയും കർമ്മഫലങ്ങളെയും കുറിച്ചുള്ള ചൈനീസ് വിശ്വാസങ്ങൾ വിവരിക്കുന്ന ശില്പങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കണ്ട് നടക്കുന്നത് ഒരു രീതിയാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വലിയ മണി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പയ്യൻ ഇവിടെ മണി അടിക്കുന്നത് നമുക്ക് കാണാം. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷിന് ഒരു മണിയാണ്. അതായത് അവിടെ നമുക്ക് രൂപ നിക്ഷേപിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു മണി അടിക്കാം. ഒരു വിഷിന് ഒരു മണി, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ മലനിരകൾ നമ്മൾ ആദ്യം കണ്ടല്ലോ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ അവിടെ മലനിരകളുടെ മുകളിൽ ശാന്തമായിട്ട് ധ്യാനിക്കാനായിട്ട് പറ്റും. ഇത് ആ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ അതായത് ക്ഷേത്രത്തിലെ 9 നിലകളുള്ള പഗോഡയിൽ 10,000 കണക്കിന് ചെറിയ വിളക്കുകളുണ്ട്. അപ്പോൾ സ്വന്തം പേരോ പ്രിയപ്പെട്ടവരുടെ പേരോ ചേർത്ത് ഇവിടെ വിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് ക്ഷേത്രത്തിന് അകഭാഗം. ഇതിൻ്റെയൊക്കെ വേറെ വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് അകഭാഗത്തും മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ഡ്രാഗൺ വാട്ടർ എന്നാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ അസുഖങ്ങൾ മാറും എന്നുള്ളൊരു സങ്കല്പം കൂടെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ അടുത്ത് കുറേ ഭക്തർ പോയി നിന്ന് അവിടെയാണ് നമ്മുടെ ഡ്രാഗൺ വാട്ടർ ഉള്ളത്. അപ്പോൾ അവിടെ കുറേ ഭക്തരൊക്കെ പോയി നിൽക്കുന്നുണ്ട്, അവർ വെള്ളം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ വിഷ്വൽസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മലേഷ്യ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇത് കണ്ടോ, ഇവിടെയാണെങ്കിൽ ഫുൾ വെടി വഴിപാട് നടക്കുന്ന സ്ഥലമാണ്. അവിടെ 2 പേര് വെടി പൊട്ടിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, പടക്കമാണിത്, നല്ല നീളത്തിലുള്ള പടക്കമാണ്. ഇത് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവർ പൊട്ടിക്കുകയാണ് ചെയ്യുക. അതാണ് ഇപ്പം നമുക്ക് കേൾക്കാം കേട്ടോ. അവരത് അവിടെ കെട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ധൂപം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു വെടി വഴിപാട് ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. അതുപോലെ കുറേ പ്രത്യേകതകൾ ഞാൻ വേറൊരു വീഡിയോയിലും പറയുന്നുണ്ട്, കാണാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോസ് പുറകെ വരുന്നുണ്ട്. ടാറ്റാ, ബൈ.